ഹലോ ക്രിക്കനേഴ്സ്. അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ ആദ്യ വിജയം സ്വന്തമാക്കി ന്യൂസിലാൻഡ്. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിൻ്റെ വിജയം 50 റൺസിനായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനാണെങ്കിൽ ന്യൂസിലാൻഡ് നിശ്ചിത 20 ഓവറിൽ 217 റൺസിന് തങ്ങളുടെ 215 ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. 216 എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 18.4 ഓവറിൽ 165 റൺസിന് ഓൾ ഔട്ടായിരുന്നു. നാലാം T20യിൽ ന്യൂസിലാൻഡിന് 50 റൺസിൻ്റെ ആധികാരിക ജയം. 3 സിക്സും 6 ഫോറും ഉൾപ്പെടെ 36 പന്തിൽ 62 റൺസ് എടുത്ത ടിം സീഫർട്ടാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നാലാം T20 മത്സരത്തിനിറങ്ങിയ ന്യൂസിലാൻഡ് ടീമിലും അതുപോലെ ഇന്ത്യൻ ടീമിലും ഓരോ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ന്യൂസിലാൻഡ് ടീമിൽ കെയിൽ ജാമസിന് പകരം സാക്കാരി ഫോക്സും അതുപോലെ ഇന്ത്യൻ ടീമിൽ ഇഷാൻ കിഷന് പകരം അർഷ്ദീപ് സിംഗിനെയാണ് ഉൾപ്പെടുത്തിയത്. ഇഷാൻ കിഷൻ ബാറ്ററായിരുന്നു. ഒരു ബാറ്റർ മാറ്റി ഒരു ബൗളറെയാണ് ഇന്ത്യ ചേഞ്ച് ആയി കൊണ്ടുവന്നത്. അതൊരു പക്ഷേ വിശാഖപട്ടണം എന്നൊരു പിച്ചിൽ ബാറ്റ്സ്മാൻമാർക്ക് നല്ല ആനുകൂല്യമുണ്ട്. അപ്പോൾ ഒരു ബൗളറെ കൂടിയും ഉൾപ്പെടുത്താനൊരു കണക്കിലാണ് ഇന്ത്യ അർഷ്ദീപിനെ 11 ഉൾപ്പെടുത്തിയത്. അപ്പോൾ മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരാം. നിങ്ങൾ ഈ ചാനലൊന്നും കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിൽക്കാൻ പറ്റും ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷം. അങ്ങനെ ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യക്ക് ഒരു ടോസ് ആനുകൂല്യം ഉണ്ടായിട്ടും ഒരു ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം 3 മത്സരം ഓൾറെഡി ജയിച്ചായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ചിന് എപ്പോഴും ടോസ് കിട്ടിയ ആദ്യം ബോൾ ചെയ്യുക എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു സാധാരണ കാഴ്ച. കാരണം കൂടുതൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ അങ്ങനെയാണ്, ബോൾ ആദ്യം ചെയ്യുക എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവ് ന്യൂസിലാൻഡിൻ്റെ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു. ഡെവിൻ കോൺവേയും ടിം സീഫർട്ടുമായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ഓപ്പണിങ്. അതിൽ ടിം സീഫർട്ടിനെ ആദ്യം തന്നെ പുറത്താക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അർഷ്ദീപ് പറഞ്ഞ 3-ാം പന്ത് ടിം സീഫർട്ട് അടിച്ച് ലീഡിങ് അടിച്ചെടുത്ത് പോയി. പക്ഷേ ബുംറയ്ക്ക് അത് ക്യാച്ച് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ചാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് ആ ഓവറിൽ തന്നെ വീണ്ടും 1-2 ലീഡിങ് അടിച്ച് പോയി 6 ഒക്കെ ആയി. ഒന്നിലെ അടിക്കുക അല്ലെങ്കിൽ ഒട്ടോ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ന്യൂസിലാൻഡ് ഓപ്പണേഴ്സിന്. അങ്ങനെ 1-ാം വിക്കറ്റിൽ 20 കൂടി ന്യൂസിലാൻഡ് സ്കോർ ഇവിടെ 8 ഓവറിൽ 100 റൺസ് നടത്തി. എന്നാൽ 9-ാം ഓവർ എറിയുമെന്ന കുൽദീപ് യാദവ് ഡെവിൻ കോവിനെ റിങ്കു സിംഗിൻ്റെ കൈകളിൽ എത്തിച്ചാണ് ഇന്ത്യക്കൊരു ബ്രേക്ക് ത്രൂ നൽകിയത്. പിന്നെ 10-ാം ഓവറിൽ ആദ്യ പന്തിൽ ബുംറ രജിൻ രവീന്ദ്രയെ നല്ലൊരു റിട്ടേൺ ക്യാച്ചിലൂടെ പുറത്താക്കി ഇന്ത്യ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയായിരുന്നു. അങ്ങനെ 13-ാം ഓവറിൽ ടിം സീഫർട്ടിനെ പുറത്താക്കി അർഷ്ദീപ് സിംഗ് ന്യൂസിലാൻഡ് വീണ്ടും പ്രതിരോധത്തിലായിരുന്നു. 36 ഓവറിൽ 3 സിക്സും 7 ഫോറും ഉൾപ്പെടെ 62 റൺസാണ് ടിം സീഫർട്ട് നേടിയത്. 25 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച അദ്ദേഹം തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ പിന്നെ ന്യൂസിലാൻഡ് ഇന്നിങ്സിൽ വലിയൊരു പാർട്ട്ണർഷിപ്പൊന്നും കണ്ടില്ല. ഗ്ലെൻ ഫിലിപ്സിൻ്റെയും ഡാരി മിച്ചൻ്റെയും ഇന്നിങ്സാണ് ന്യൂസിലാൻഡിനെ 215 എന്നൊരു സ്കോറിലെത്തിക്കാൻ സാധിച്ചത്. ഡാരി മിച്ചൻ്റെ ഭാഗത്ത് ഇന്നലെയാണ് ഒരു T20 രീതിയിലുള്ളൊരു ഇന്നിങ്സ് ഉള്ളത്. 18 പന്തിൽ 39 റൺസാണ് ഡാരി മിച്ചൽ ഇന്നലെ അടിച്ചെടുത്തത്. അതിൽ 3 സിക്സും 2 ഫോറുമാണ് ഉണ്ടായിരുന്നത്. ഓവർ 200 സ്ട്രൈക്ക് റേറ്റിലാണ് ഡാരി മിച്ചൽ ഇന്നലെ ബാറ്റ് ചെയ്തത്. അതുപോലെ വാലറ്റത്ത് ന്യൂസിലാൻഡിന് വേണ്ടി ഒന്ന് കളിക്കാറുള്ള നമ്മുടെ മിച്ചൽ സാനയുടെ നല്ലൊരു റണ്ണൗട്ടിലൂടെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ന്യൂസിലാൻഡ് ഇന്നിങ്സ് 20 ഓവറിൽ 215 7 എന്ന നിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ 215 എന്നൊരു ടോട്ടൽ ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ ആദ്യ ബോളിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ ആയിരുന്നു ഔട്ടായതെങ്കിൽ ഇപ്രാവശ്യം അഭിഷേക് ശർമ്മയാണ് ആദ്യ ബോളിൽ തന്നെ പുറത്തായി. 6 പുറത്താനുള്ള ശ്രമത്തിനിടെ മാറ്റ് ഹെൻറിയുടെ ബോളിൽ ഡെവിൻ കോൺവേ ഒരു മികച്ചൊരു ക്യാച്ചിലൂടെ നല്ല അസൽ ക്യാച്ച് തന്നെയായിരുന്നു ക്യാച്ച് ചെയ്ത് അദ്ദേഹം ബോൾ പോക്കറ്റിലിടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് സെലിബ്രേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ക്യാച്ച് ചെയ്ത ഉടനെ ബോൾ പോക്കറ്റിലിട്ടാണ്. അങ്ങനെ അഭിഷേക് ശർമ്മനെ ആദ്യ ഓവറിൽ തന്നെ നഷ്ടമായി. 2 ഓവറിൽ സൂര്യകുമാറിനെയും ജേക്കബ് ഡഫി പുറത്താക്കിയതോടെ ഇന്ത്യ വീണ്ടും പരുങ്ങലിലായി. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന റിങ്കു സിംഗും സഞ്ജു സാംസൻ്റെ ഭാഗത്ത് നല്ല ഒരു ഭേദപ്പെട്ട അത്ര നല്ലൊരു ഇന്നിങ്സ് അല്ല. 24 റൺസ് മാത്രം എടുക്കാനേ സഞ്ജു സാംസന് നല്ല സഹായിച്ചുള്ളൂ. ഒരു 6ഉം 2 ഫോറൊക്കെ അടിച്ച് കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ്. സഞ്ജു സാംസൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ
ഏർലി പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷേ മിച്ചൽ സാന്റ്നറിൻ്റെ ബോളിൽ നല്ല ഔട്ടായ ബോൾ നമ്മൾ കണ്ടു. ഏർലി പൊസിഷൻ, അതായത് ബോളിങ് ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഏർലി പൊസിഷൻ ആൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് വിക്കറ്റ് ഫുള്ള് കാണിച്ചു കൊടുത്ത് ലെഫ്റ്റിലേക്ക് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അതിപ്പോൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എനിക്ക് തോന്നിയ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ബോളിംഗ് ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു ഏർലി പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി കുറച്ചുകൂടി കോൺഫിഡൻസായി ഷോട്ടുകൾ കളിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് ടീമിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാം വിക്കറ്റിൽ ഇരുവരും 46 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. എന്നാൽ മിച്ചൽ സാന്റ്നർ സഞ്ജു സാംസനെ പുറത്താക്കി ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. സഞ്ജു സാംസൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഏർലി പൊസിഷൻ കളിച്ച് ഒന്ന് ഡിഫെൻഡ് ചെയ്യാനാണ്, അത് ജസ്റ്റ് ഒന്ന് തോണ്ടിയിടാൻ നോക്കിയതാണ്. സ്റ്റംപ് എടുക്കുകയായിരുന്നു മിച്ചൽ സാന്റ്നർ. പിന്നെ ഒന്ന് ഹാർദിക് പാണ്ഡ്യ പെട്ടെന്ന് തന്നെ മടങ്ങി. അദ്ദേഹത്തിന് ഒരു ഇന്നിങ്സ് ഒന്നും കളിക്കാൻ 2 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് 6-ാം വിക്കറ്റിൽ ശിവൻ ദൂബെയും ഹർഷിത് റാണയും കൂടി 63 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ഇതിൽ ഭൂരിഭാഗം റൺസും ശിവൻ ദൂബെയാണ് നേടിയത്. ശിവൻ ദൂബെയുടെ ഒരു കിഡിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഒരു പക്ഷേ മത്സരം ഇന്ത്യ ജയിക്കുകയായിരുന്നെങ്കിൽ ശിവൻ ദൂബെ ആയതിന് നല്ല പ്ലെയർ ഓഫ് ദ മാച്ച് പെടേണ്ടിയിരുന്നത്. കാരണം 23 ബോളിൽ 7 സിക്സും 3 4 ഉൾപ്പെടെ 65 റൺസാണ് ശിവൻ ദൂബെ ഇന്നലെ അടിച്ചെടുത്തതെന്ന് പറയാം. കിടിലൻ ഗംഭീര ഇന്നിങ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു വിജയപ്രതീക്ഷയ്ക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. കാരണം ഈവൻ 5 വിക്കറ്റിന് ഏകദേശം 150 എബോവ് പോയി ഇന്ത്യ. പക്ഷേ 15-ാം ഓവറിലൊരു റണ്ണൗട്ടിലൂടെ ശിവൻ ദൂബെ പുറത്താക്കിയായിരുന്നു. അങ്ങനെ മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതി പോയായിരുന്നു. കാരണം ഓൾറെഡി ഒരു ബോളറെ എക്സ്ട്രാ കളിപ്പിച്ചാണ് ഇന്ത്യ മത്സരത്തിന് ഇറങ്ങിയത്. ഇഷാൻ കിഷന് പകരം ഒരു ബോളറെയാണ് ഇന്ത്യ 11-ൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ശർമ്മണ്ണം പോലെ ഒരു പിച്ചിൽ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടും എന്നൊരു കണക്കിലാണ് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 4 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവിയാണ്, 50 റൺസിൻ്റെ തോൽവി. അങ്ങനെ വെറും 18.4 ഓവറിൽ 165 റൺസിന് ഇന്ത്യ ഇന്നിങ്സ് അവസാനിപ്പിക്കാനാണ് ഉണ്ടായത്. പിന്നീട് വന്ന ബോളർമാർക്കാർക്കൊന്നും ഒരു ഇന്നിങ്സ്, കാരണം കുൽദീപ് യാദവിലായാലും ബുംറയിലും അതിനൊന്നും സാധിച്ചില്ല. ഹർഷിത് റാണയുടെ ഭാഗത്തൊന്നും അത്ര വലിയ പോരാട്ടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അടുത്ത മത്സരം നമ്മുടെ തിരുവനന്തപുരത്താണ്, കാര്യവട്ടത്ത് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇന്നിങ്സ്. ഞാനത് ഓരോ മത്സരം കഴിയുമ്പോഴും പറയും സഞ്ജു അടുത്ത മത്സരം നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പക്ഷേ എന്താ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം എന്ന് തോന്നുന്നു. ഏർലി പൊസിഷൻ കീപ്പ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അടുത്ത മത്സരം നന്നായി കളിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ വീണ്ടും വിജയിച്ച് പരമ്പര 4-1 സ്വന്തമാക്കി വേൾഡ് കപ്പിന് ഒരുങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.